കൺഫ്യൂഷൻ. എടാ, ഇലക്ട്രോപ്ലേറ്റിംഗ് ഒരു കൺഫ്യൂഷൻ ആയിട്ട് എൻ്റെ മക്കൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ വീഡിയോയിൽ എൻ്റെ മക്കൾക്ക് ചെയ്യാൻ സെറ്റാക്കണം. അത് സെറ്റാക്കണം എന്നുണ്ടെങ്കിൽ മക്കളെ കണ്ടോളി, അവസാനം വരെ കണ്ടോളി, അസ്ലം സാറെ കൂടെ. മക്കളെ, അപ്പോൾ ആദ്യമായിട്ടാണ് മക്കളെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അവരും പഠിക്കട്ടാ. എന്താടാ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ വൈദ്യുത ലേപനം എന്ന് പറയും. എന്താടാ വൈദ്യുത ലേപനം? കോട്ടിങ് എ മെറ്റൽ വിത്ത് അനദർ മെറ്റൽ യൂസ് ഇൻ ഇലക്ട്രിസിറ്റി ഈസ് നോൺ ആസ് ഇലക്ട്രോപ്ലേറ്റിംഗ്. ഒരു ലോഹം മറ്റൊരു ലോഹത്തെ ആവരണം ചെയ്യുന്നതിനാണ് എന്ത് പറയാ? വൈദ്യുത ലേപനം എന്ന് പറയാ. എന്താണ് പറയാ? വൈദ്യുത ലേപനം. അപ്പൊ എൻ്റെ മക്കൾ പറഞ്ഞേ, ഒരു ലോഹം മറ്റൊരു ലോഹത്തെ ആവരണം ചെയ്യുന്ന രാസപ്രവർത്തനത്തെയാണ് നമ്മൾ എന്ത് പറയാ? വൈദ്യുത ലേപനം. അതായത് ഒരു ലോഹത്തിന്റെ കളർ മറ്റൊരു ലോഹത്തിന് കൊടുക്കട. ഇപ്പൊ എൻ്റെ മക്കൾ കണ്ടിട്ടുണ്ടാവും, ഗോൾഡിൻ്റെ കളർ മറ്റൊരു ഗോൾഡിന് കൊടുക്കുകയാണ്. അത് എന്ത് ചെയ്യാണ്? കോട്ടിങ് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ, ഇത് ഇരുമ്പാണ്, ഇത് സ്വർണ്ണമാണ്. സ്വർണത്തിൻ്റെ കളർ ഇരുമ്പിന് കൊടുക്കണം എന്ന് കരുതുക. അപ്പോൾ അവിടെ എന്ത് പാസ് ചെയ്താൽ മതിയടാ? ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ മതി. മക്കൾ ഒരുപാട് ഫാൻസി മോതിരങ്ങൾ കണ്ടുണ്ടാവും, 100 രൂപയ്ക്കും 200 രൂപയ്ക്കും കിട്ടുന്ന. എന്നാൽ അത് ഒറിജിനൽ സിൽവർ ആണോ? അല്ല, സിൽവറിൻ്റെ കളർ അതിന് എന്ത് ചെയ്യാണ്? കോട്ടിങ് ചെയ്തതാണ്. അതായത് അതിൻ്റെ കളർ മറ്റൊരാൾക്ക് കൊടുത്താണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇവിടെ പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഈ ഒന്ന് കേട്ട മക്കളെ, ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് കേട്ട മക്കളാലേക്ക് ഇത് ഇലക്ട്രിസിറ്റി മൂലമേ നടക്കുള്ളൂ, അല്ലാതെ വെറുതെ വെച്ചോണ്ടെന്നാൽ നടക്കൂല. ഇവിടെ സ്വർണം വെച്ചു, ഇവിടെ ഇരുമ്പും വെച്ചു. സ്വർണത്തിന്റെ കളർ ഇരുമ്പിന് കൊടുക്കണം, വെറുതെ വെച്ചിട്ട് കാര്യമുണ്ടോ? നടക്കൂല. അവിടെ എന്ത് പാസ് ചെയ്യണം? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യണം. അപ്പൊ കൊടുക്കുന്ന ആള് പോസിറ്റീവിലും വാങ്ങുന്ന ആള് നെഗറ്റീവിലും. ഒന്ന് പറഞ്ഞാ, കൊടുക്കുന്ന ആള് പോസിറ്റീവിലും വാങ്ങുന്ന ആള് നെഗറ്റീവിലും. അപ്പൊ ആരാണ് അവിടെ കൊടുക്കുന്നത്? പ്ലസ് എന്ന് പറയുമ്പോൾ ആരാ മക്കളെ? അവനെ വിളിക്കുന്ന പേരാണ് ആനോഡ് എന്ന് പറയാം. ഇനി വാങ്ങുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈനസ്. അവൻ നമ്മൾ വിളിക്കുന്ന പേരാണ് കാഥോഡ്. അപ്പൊ ആനോഡുമുണ്ട്, കാഥോഡുമുണ്ട്. അപ്പൊ ഇവിടെ ആനോഡിന്റെ ഭാഗത്ത് നമ്മൾ കൊടുത്ത ആളാണ് മക്കളെ കോപ്പർ പ്ലേറ്റ്. എന്താ മക്കളെ കോപ്പർ പ്ലേറ്റ് പറയുമ്പോൾ? ചെമ്പ്. അപ്പൊ കൊടുക്കുന്ന ആള് കോപ്പറാണ്, വാങ്ങുന്ന ആള് ആരാണ് മക്കളെ? അയൺ ബാങ്കിൾ. ആരാ മക്കളെ? അയൺ ബാങ്കിൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇരുമ്പാണ്. അപ്പൊ കൊടുക്കുന്ന ആള് ചെമ്പാണ്, വാങ്ങുന്ന ആള് ഇരുമ്പാണ്. കൊടുക്കുന്ന ആള് കോപ്പർ ആണെങ്കിൽ അതിന്റെ സൊല്യൂഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കോപ്പർ സൾഫേറ്റ് ആണ്. എന്താ മക്കളെ? കോപ്പർ സൾഫേറ്റ്. അപ്പൊ മക്കൾ പഠിച്ചോ, കോപ്പറിന്റെ കളർ, കോപ്പർ സൾഫേറ്റിന്റെ കളർ എന്ന് പറയുമ്പോൾ ബ്ലൂ കളറാണ്. നമുക്ക് ബ്ലൂ തന്നെ കൊടുക്കാം. ഇവിടെ അയണാണ്, അയണിൻ്റെ കളർ നമുക്ക് ഒരു വേറെ കളർ കൊടുക്കാം. ഇതാണ് അയണിൻ്റെ ഒറിജിനൽ കളർ എന്ന് കരുതാം. ഇതാണ് ഇപ്പം അയണിൻ്റെ കളർ. അപ്പം എനിക്ക് ഈ അയണിൻ്റെ കളറ് കണ്ടപ്പോൾ തന്നെ ആകെ തുരുമ്പുടിച്ച് എന്തോ പോലെ ഉണ്ട് ഈ കളറ്. അപ്പം എനിക്ക് ഈ അയണിൻ്റെ കളർ എന്താക്കണം? കോപ്പറിൻ്റെ കളറാക്കണം. അപ്പം ഞാൻ കോപ്പറിൻ്റെ ഏത് ഭാഗത്താണ് കൊടുത്തത്? പോസിറ്റീവ് സൈഡിലാണ്. ഈ അയണിന് ഏത് സൈഡിലാണ് കൊടുത്തത്? നെഗറ്റീവ് സൈഡിലാണ്. സ്വിച്ച് ഇവിടെ ഓൺ ആക്കി കഴിഞ്ഞാൽ ഈ പോസിറ്റീവിൻ്റെ കളർ എവിടേക്കെത്തൂടെ? നെഗറ്റീവിലേക്ക് എത്തും. ഞാൻ സ്വിച്ച് ഓൺ ആക്കട്ടെ. സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ കോപ്പർ സൾഫേറ്റും കോപ്പറും കൂടി തമ്മിൽ റിയാക്ഷൻ നടക്കും. ഇതിലുള്ള, അതായത് ആ കോപ്പർ സൾഫേറ്റ് അങ്ങോട്ട് ഇടുക കേട്ടോ, ഇവിടെ എഴുതി വെക്കുന്നുണ്ടെന്നുള്ളൂ. കോപ്പർ സൾഫേറ്റിന്റെ സിമ്പിളാണിത്. അപ്പൊ ഇവിടുത്തെ കോപ്പറും കോപ്പർ സൾഫേറ്റും തമ്മിൽ എന്ത് നടക്കും? റിയാക്ഷൻ നടക്കും. അപ്പൊ ഈ ബ്ലൂ കളർ ഉണ്ടല്ലോ, ഏത് കളറാടാ? ഈ കോപ്പറിന്റെ ബ്ലൂ കളർ ഇങ്ങനെ ഇതിലോട്ട് വരും. ഇതിലേക്ക് ഇങ്ങനെ വരും. അതിലേക്ക് വന്നു കഴിഞ്ഞാൽ വെറുതെ വെച്ചാൽ നടക്കുമോ? ഇല്ല, അവിടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. കറണ്ട് പാസ് ചെയ്യുമ്പോൾ ആ ബ്ലൂ കളർ ഈ വെള്ളത്തിൽ ലയിക്കും. എന്നിട്ട് ഇതിവിടെ വന്ന് ഇങ്ങനെ പറ്റിപ്പിടിച്ച് കഴിഞ്ഞാൽ മക്കളെ, ഇവിടൊക്കെ ആ ഒരു ഇരുമ്പ് കളറൊക്കെ എന്തായി? മാറാൻ തുടങ്ങി. ആ ഇരുമ്പും കളർ മാറി അവിടെ എന്ത് കളർ ആവാൻ തുടങ്ങി? വാവ്, അവിടെ എന്ത് കളർ വരാൻ തുടങ്ങി? ബ്ലൂ കളർ വരാൻ തുടങ്ങി. വൈ ഇവിടെ എന്ത് കൊടുത്തടാ? ആനോഡ് കാഥോഡിലേക്ക് അതിൻ്റെ കളർ കൊടുത്തിട്ടാണ്. അപ്പം ഈ ബ്ലൂ കളർ ഇവിടെ വന്ന് പറ്റിപ്പിടിച്ചു, അയണുമ വന്ന് പറ്റിപ്പിടിച്ചു. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അയണിൻ്റെ കളർ അവിടെ ഉണ്ടാവുമോ? ഇല്ല, അവിടെ ആരെ കളർ വന്നിട്ടുണ്ടാവും? കോപ്പറിൻ്റെ കളർ വന്നിട്ടുണ്ടാവും. അതായത് പോസിറ്റീവ് സൈഡിലുള്ള ആൾ ആ നെഗറ്റീവിനെ പോയി കെട്ടിപ്പിടിച്ചു എന്നർത്ഥം. അപ്പോൾ കൊടുത്ത ആളാരാ? കോപ്പറാണ്. വാങ്ങിയ ആളാരാ? ഇരുമ്പാണ്. അപ്പോൾ ഇരുമ്പിൻ്റെ കളർ ഇനി അവിടെ ഉണ്ടോ? ഇല്ല, ആ ഇരുമ്പിൻ്റെ കളർ മാറിയടാ. ആരുടെ കളറായിട്ട് മാറി? കോപ്പറിൻ്റെ കളറായിട്ട് മാറി. അങ്ങനെയാണ് മക്കളെ. ഇത് ക്ലിയർ ആണെങ്കിൽ എൻ്റെ മക്കൾക്ക് ഞാനൊരു എക്സ്പെരിമെൻറ്റ് തരാം. സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്നൊരു വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ബീക്കർ എടുത്തു, ആ ബീക്കറിലേക്കുള്ള സൊല്യൂഷൻ ഞാൻ പറയാം. ആദ്യം ഇവിടെ എന്തുണ്ടാ? പോസിറ്റീവ്. ഇവിടെ ഒരു മെറ്റൽ ഉണ്ട്, ഇവിടെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ബാറ്ററി പ്ലസ് മൈനസ് പ്ലസ് ഒക്കെ എന്തോ വാട്ടെവർ, അതൊന്നും നമ്മളിവിടെ ബാധിക്കുന്ന പ്രശ്നമില്ല. ഇവിടെ ഒരു ബാങ്കിൾ കൊടുത്തു. ബാങ്കിൾ എന്ന് പറഞ്ഞാൽ വള. ഇവിടെ പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട്. എൻ്റെ മക്കൾക്ക് കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും ഇവിടെ ആരാ കൊടുക്കുക.
പോസിറ്റീവ് കൊടുക്കുന്നു, അര വാങ്ങുക, നെഗറ്റീവാണ്. അപ്പോൾ പോസിറ്റീവിൻ്റെ കളർ ആർക്കാണ് കൊടുക്കുന്നത്? നെഗറ്റീവിനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പോസിറ്റീവ് സൈഡിലുള്ള ആളെ കൊടുക്കണ ആളെ പേരാട്ടോ ഇവിടെ ഞാൻ കൊടുത്ത പിങ്ക് കളറുള്ള ആളാണ്. പിങ്ക് കളറല്ല ശരിക്കും, അത് ആരോ ആയിക്കോട്ടെ. ഞാനിപ്പോൾ ഉദാഹരണം ഇവിടെ ഏജ് കൊടുത്തു. ഏജ് എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ? സിൽവർ ആണ്. ആരാ മക്കളെ? സിൽവർ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ അത് വാങ്ങാൻ ഒരാൾ വേണം. ആരോ ആയിക്കോട്ടെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവിടെ അയൺ തന്നെ ആയിക്കോട്ടെ. ആരാ മക്കളെ? അയൺ, ഇരുമ്പായിക്കോട്ടെ. അപ്പോൾ സിൽവർ ആണ് കൊടുക്കണമെങ്കിൽ മക്കളെ എക്സാമിന് മറക്കരുത്. സിൽവർ ആണ് കൊടുക്കണമെങ്കിൽ സിൽവറിൻ്റെ സൊല്യൂഷൻ മറക്കരുത്. സിൽവറിൻ്റെ സൊല്യൂഷൻ സിൽവർ നൈട്രേറ്റ് എന്നാണ് പറയുക. എന്താ മക്കളെ പറയുക? സിൽവർ നൈട്രേറ്റ്. അപ്പോൾ എൻ്റെ മക്കൾ ആ ഭാഗത്തൊരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. കോപ്പർ ആണ് തരണമെങ്കിൽ കോപ്പർ സൾഫേറ്റ് എന്ന് പറയണം. കോപ്പർ ആണ് തരണമെങ്കിൽ കോപ്പർ സൾഫേറ്റ്. മക്കൾ അതുപോലെ പഠിച്ചാൽ മതി. ഇനി സിൽവർ ആണ് മക്കൾക്ക് തരണമെങ്കിൽ, AG ആണ് മക്കൾക്ക് തരണമെങ്കിൽ സിൽവർ നൈട്രേറ്റ് എന്നാണ് കൊടുക്കേണ്ടത്. ഇതല്ലാതെ എൻ്റെ 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും മക്കൾക്കൊന്നും വേറെ ക്വസ്റ്റ്യൻ വരില്ല. എൻ്റെ 8ാം ക്ലാസ്സിലെ മക്കളെ നിങ്ങൾക്ക് ഈ 2 ക്വസ്റ്റ്യൻ അല്ലാതെ വേറെ ക്വസ്റ്റ്യൻ വരില്ല. കോപ്പറാണ് മക്കൾക്ക് തരണമെങ്കിൽ കോപ്പർ സൾഫേറ്റ് കൊടുക്കണം. സിൽവർ ആണ് തരണമെങ്കിൽ സിൽവർ നൈട്രേറ്റ് കൊടുക്കണം. വേറെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ മക്കൾക്ക് ഇവിടെ കമൻറ്റ് ബോക്സിൽ വരാം. ഓക്കെ, മക്കൾ മറക്കരുത്, പഠിച്ചിട്ട് പോയിക്കോ. അപ്പോൾ ഞാൻ കറണ്ട് സ്വിച്ച് ഓണാക്കി കഴിഞ്ഞാൽ സിൽവറിൻ്റെ കളർ ഇങ്ങനെ പോവും. എയ്മക്കാടാ പോവുക, ഈ വെള്ളത്തിൽ ലയിക്കും. ആരുടെ? സിൽവർ നൈട്രേറ്റ്. എന്നിട്ട് അത് ഈ അയണുമ്മ പോയി ഇങ്ങനെ പറ്റിപ്പിടിക്കും. അപ്പോൾ ഈ അയണിൻ്റെ കളർ ഇങ്ങനെ മാറാൻ തുടങ്ങും. എന്തിൻ്റെ കളറാവൂടാ? സിൽവറിൻ്റെ കളറാവും. കുറച്ച് കഴിയുമ്പോൾ അവിടെ അയൺ ഉണ്ടോ? ഇല്ല. അയണിൻ്റെ കളർ എന്തായി? സിൽവറിൻ്റെ കളറായി. വെറുതെ വെച്ചിട്ടാണോ? അല്ല. സ്വിച്ച് ഓണാക്കിയപ്പോൾ ആനോഡ് അട്രാക്റ്റഡ് ടു കാഥോഡ്. ആനോഡ് എന്തിലോട്ട് അട്രാക്ട് ചെയ്തു? കാഥോഡിലോട്ട് അട്രാക്ട് ചെയ്തു. അതായത് ആനോഡിൻ്റെ കളർ ആർക്ക് കൊടുത്തടാ? കാഥോഡിന് കൊടുത്തു. സോ സിൽവറിൻ്റെ കളർ ആർക്ക് കിട്ടി? ഇരുമ്പിന് കിട്ടി. അപ്പോൾ ഇരുമ്പിൻ്റെ പ്രസൻസ് ഇനി അവിടെ ഉണ്ടോ? അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ കളർ അവിടെ ഉണ്ടോ? ഇല്ല. നേരെ മറിച്ച് ആ സിൽവർ ഉരച്ച് കളഞ്ഞാൽ ആ കളർ പോകട്ടോ. ഉരച്ച് കളഞ്ഞാൽ ആ കളർ പോവും. പക്ഷേ ഇരുമ്പ് തന്നെയാണ്. പക്ഷേ ഇരുമ്പിൻ്റെ പുറം ഭാഗത്ത് ആരാ വന്ന് പറ്റി പിടിച്ചതാടാ? സിൽവർ ആണ്. അപ്പോൾ തന്നെ മക്കൾ എന്ത് ചെയ്യരുത്? മറക്കരുത്. അപ്പോൾ എൻ്റെ മക്കൾ ഉഷാറായിട്ട് പഠിക്കുക, സെറ്റാക്കി പഠിക്കുക. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസുകൾ കാണാൻ മക്കൾ എന്ത് ചെയ്യുക? ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുന്നുണ്ട്. ഇവിടെ പോസിറ്റീവ് ഉണ്ട്, ഇവിടെ നെഗറ്റീവ് ഉണ്ട്. ഇപ്പം ഞാനിവിടെ വെറുതെ തരാണ്. മഗ്നീഷ്യം കൊടുത്തിട്ടുണ്ട്. ഇവിടെ മഗ്നീഷ്യത്തിൻ്റെ സൊല്യൂഷൻ മഗ്നീഷ്യം സൾഫേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ അയൺ തന്നെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ മക്കളെ ഞാനിവിടെ ചോദിക്കട്ടെ, ഇവിടെ പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്. ഇതിൽ പ്ലസ് ആർക്കാ കൊടുക്കുക? മൈനസിനാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇതിൽ ആർക്കാണ് കളർ കൊടുക്കുക? MG FEക്കാണോ? FE MGക്കാണോ? അതെൻ്റെ മക്കൾ എന്ത് ചെയ്യുക? താഴെ കമൻറ്റ് ചെയ്യുക. MG to FE ആണോ? FE to MG ആണോ ഈ റിയാക്ഷൻ നടക്കുക എന്നുള്ളത് എന്ത് ചെയ്യുക? മക്കൾ കമൻറ്റ് ചെയ്യുക. ആരോ ഒരാളാണ് ആ കളർ അതിമ പോയി പറ്റി പിടിച്ചിട്ടുണ്ട് എന്ന് മക്കൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക? എഴുതാൻ മറക്കല്ലേ. മക്കൾ എന്ത് ചെയ്യുക? സെറ്റാക്കുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് മക്കൾ എന്ത് ചെയ്യുക? ചാനൽ എന്ത് ചെയ്യുക? ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ എൻ്റെ 8ാം ക്ലാസ്സിലെ മക്കൾക്ക് സൂപ്പർ ബാച്ച് കഴിഞ്ഞതാ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് തുടങ്ങാൻ പോവുകയാണ്. അതിലേക്ക് ജോയിൻ ചെയ്യാനുള്ളവർക്ക് എന്ത് ചെയ്യുക? താഴെ കമൻറ്റ് ബോക്സിലുണ്ട് ലിങ്ക്. ഈ ഒരു അമൗണ്ടിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ മറക്കല്ലേ, മിന്നൽ മാഷ് അസ്ലം സാറെ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. സെറ്റാക്കി പഠിക്കുക, അടിച്ച് പൊളിച്ച് പഠിക്കട്ടെ. സീ യു.